ഇബനിത് കിട്ടി. ഹലോ, സിനാൻ്റെ ഉമ്മയാണോ? ഹലോ, സിനാൻ്റെ ഉമ്മയാണോ? ആണോ? സിനാനൊന്ന് കൊടുക്കുവോ? ആ ഓനോട് ഓൻ്റെ എന്തോ വിഷയത്തിൻ്റെ എന്തോ ഫോട്ടോ അയക്കാനാ. ഞാൻ ഓൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അദിനാനാണ്. അദിനാൻ അറിയില്ലേ? മീറ്റിങ്ങിനന്ന് കണ്ടേ. ആടാ, ജിന്ന് വല്ലു അറിഞ്ഞ? എന്തറിഞ്ഞെന്ന് പറയണ്? ഇന്ന് കുറച്ച് അടിച്ച് കണ്ട. അത് 4ത്തെ, ഞാൻ 5ത്തെ ആള്. ഇന്ന് 4ത്തെ കുറെ ചെക്കന്മാരൊന്നും അടിച്ചു വല്ലും കണ്ട? ചെന്താ ഒന്നുമില്ലാണ്ട് അവിടെ കുത്തിരുന്ന് ഞാൻ എത്ര കരഞ്ഞെന്നറിയോ? അനക്ക് സമയമില്ലെന്നാ, അനക്ക് ഹോംവർക്ക് ചെയ്യാനില്ലെന്നാ. എടാ എന്നാട് ഹോംവർക്ക് ചെയ്തിട്ടുള്ളൂ? ഇതൊന്നും പൂജ്യം വട്ടല്ലടാ കളിക്കാറുള്ളൂ. ഞാൻ എൻ്റെ കൂടെ അല്ലടാ ഇരിക്കാറ് എന്നും. പക്ഷെ ഞാൻ പണി കൊടുക്കും എനിക്ക്. ഓന്നെ അങ്ങ് ശരിയാവുക പറ്റൂലക്ക്. എൻ്റെ ആവശ്യൻ്റെ അല്ലേ, പിന്നെ എന്തിനാ ഓടുത്തിന്? ഞാൻ കട്ടാച്ച പണ്ണല്ല. അതും കണ്ടിട്ട് മൂപ്പരാള് ഇജന്നെ വരാതി അങ്ങണ്ട് ഇരിക്കണ്. എന്നിട്ട് ഹോംവർക്ക് ചെയ്താന്ന് പറയണ്. സത്യം പറഞ്ഞോ? പൂജ്യം വട്ടം കളിക്കല്ലേ? സത്യം പറഞ്ഞോ അല്ലേ? എന്താ അങ്ങനെ പറ? എന്നിട്ട് നോണയും പറയും കളവൻ. ഇക്കിപ്പോൻ അടിക്കണം, അടിച്ചാൽ പറ്റത്തുള്ളൂ. ആ സ്കൂളിൽ നിന്ന് എന്നല്ലടാ പൊട്ട എന്നോട് പറഞ്ഞ്. സ്കൂളിൽ നിന്ന് തന്നെ ഓനോ അടിക്ക. അതൊന്നും പറ്റൂലടാ. എനക്ക് പനിയാണ്. എപ്പോ നല്ല കൂളായിരുന്നല്ലോ, പിന്നെന്താ എനിക്ക് പണി? സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് നമുക്ക് നാളെ പ്ലാൻ ചെയ്താ. നീ കൊണ്ടപ്പോ ഇതാ ഓക്കെ. ഞാൻ പറഞ്ഞ കേക്ക്. ഞാൻ നല്ല പോലെ 6 സീറ്റ് ചെക്കന്മാരല്ല 6 സീറ്റ് ചെക്കന്മാരോട് നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ എന്താ ഓര് പറഞ്ഞ് ആ പെണ്ണിന് ഇഷ്ടമല്ല ഒരു ചെക്ക ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓൻ്റെ അടുത്ത് പോയി. 4ത്തെ പഠിക്കണ ചെക്കനാ. എന്നിട്ട് ഇന്നെ എടുത്താൽ വന്നിക്കണ്. എന്നിട്ട് ഞാൻ ഓനിക്ക് പോയിട്ട് എന്താ ബോബി പറഞ്ഞ് അതിൻ്റെ പെണ്ണാണ് എനിക്ക് കിട്ടത്തില്ല അങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് അടിച്ച്. അപ്പോൾ ഞാൻ തിരിച്ചടിച്ചിട്ട് ഓനെ നോക്കിയപ്പോൾ ഓൻ്റെ ടീമിലത്തെ ആൾക്കാരൊക്കെ വന്ന് ഇന്നെ അടിച്ച്. അതില്ല പറ എന്തായാലും കൊടുക്കണടാ. നല്ല കുട്ടി ഓൻ്റെ മോന്തൊക്കെ അടിച്ച്. രണ്ടാമത്തെ ഓനൊക്കെ അടിച്ച് കൊന്ന് ചപ്പലമീൻ നടക്കണം. എന്തിനാ അടിച്ച്? ഞാൻ ചോദിക്കാൻ പോയതല്ലേ. കാര്യമൊന്നും കളയാൻ പറ്റൂല. എനിക്ക് ഓനെ അടിച്ചാൽ പറ്റത്തുള്ളൂ. ഓനെ അടിച്ചിട്ട് എനിക്ക് ഓനെ അടിക്കാൻ പറ്റത്തുള്ളൂ. അടിച്ചാൽ പറ്റത്തുള്ളൂ. ഇപ്പം എന്താ പറഞ്ഞു തരണീ? എന്നാ നാളെ 5 പേരെ വിളിക്കട്ടെ. 5 പേരെ വിളിക്കും. ഓനിക്ക് അവൻ്റെ ഗുണ്ടായെല്ലാം കാണിച്ചു തരാം. ഒരു ഗുണ്ട പോലെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ തീർക്കുമായിരുന്നു. നമ്മളെ വരട്ടെ. ഓൻ്റെ മൂത്തൊക്കെ അടിച്ച്. എന്തിൻ്റെ കൂടെ എനിക്ക് മൂത്തൊക്കെ അടിക്കാൻ? ഓൻ്റെ ക്ലാസ്സിൽ അച്ചമ്മ അതാ ക്ലാസ് ലീഡറാ അടിക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ് ലീഡറിനെ വരെ ഒതുക്കി, എച്ചമ്മിനെ വരെ ഒതുക്കാൻ നമ്മളെ അടിക്കാൻ വേണ്ടി ഓനി. നാളെ തന്നെ പണി കൊടുക്കണം. എൻ്റെ ചിരിക്കടിക്ക് എത്ര വേനുണ്ടായിരുന്നു എനിക്ക്? നല്ല വേനുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാവുന്നല്ലേ അതിൻ്റെ കല്ലുബല്ലേ. എന്നിട്ട് ഓൾക്ക് ലവ് ലെറ്റർ എഴുതാൻ പോണ്. സഹിക്കാൻ പറ്റുമോ? എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ പൊണ്ണിനെ പ്രേമിച്ച് ലവ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ
കഷ്ടപ്പെട്ട് ഉമ്മാനോട് കെഞ്ചി പറഞ്ഞ് 20 ഉറുപ്പ് മേടിച്ചിട്ട് അതിൽ ഡയറി മിൽക്ക് മേടിച്ചിട്ട് ഓൾക്ക് കൊണ്ടുകൊടുത്ത് ഞാനിപ്പോ ആരാ? അത്ര പ്രണയല്ലടിയോ ഓനിക്ക്. ഓനിക്ക് പ്രണയിക്കാണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പ്രണയിച്ചൂടെ? ഞാൻ കഷ്ടപ്പെട്ട് 20 ഡയറി മിൽക്ക് കൊണ്ടുപോയി കൊടുത്ത ഇന്റെ ഐശ്വര്യ തന്നെ ഓനക്ക് പ്രണയിക്കണമെന്ന് വേറെ വല്ല നിർബന്ധം അങ്ങനെ വല്ലതും ഉണ്ടാ? സത്യം പറ. കള്ള നമുക്കിനി ഞാൻ നാളെ കാണട്ടെ ഓനെ. ഓൻ്റെ 16 ഞാൻ നടത്തു. അല്ലാന്ന് മോനെ നാളെ കിട്ടട്ടെ മോനെ. തല്ലിക്കൊന്ന് അച്ചാറടിച്ച് എൻ്റെ ഐശുവിനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഓനെന്താ എൻ്റെ കുഞ്ഞാപ്പളെ. ഓനെ ഞാൻ തല്ലിക്കൊന്ന് അച്ചാടിക്കും. ടീമിനെ വിളിക്കുന്ന 5 പേര് മതി. ഷാബാസ്, മിൻഹാജി, പിന്നെ ജി, ഞാന്, പിന്നെ ആരോ കൂട്ടുക? സിനാൻ വീനും കൂടി കൂട്ടിക്കോ. സിനാൻ ടീ അല്ലേ? സിനാൻ വീനും കൂടി കൂട്ടും. ഓനെന്ന് അടിച്ച് കൊന്ന് ചമ്മന്തി ആക്കിയിട്ടില്ല. ഒറ്റ ക്ലാസ്സിൽ കൂടെ നടക്കണം. ആ സുഖം വേറെ അവിടെ നിന്ന് കിട്ടൂലടാ. ആ പിന്നെ ഈ കഷ്ടപ്പെട്ടിട്ട് എന്നെ വിളിക്കുമ്പോൾ ഇജി എന്താ ഇങ്ങനെ പറയരുതിട്ടാ. കഷ്ടപ്പെട്ട് എന്നെ ഞാൻ വിളിച്ച് കഷ്ടപ്പെട്ടിട്ട് എന്നെ വിളിക്കണം. എങ്ങനെ അറിയോ? റൂഫിൻ്റെ മണ്ടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മണ്ടേന്ന് ഞാൻ വിളിക്കണത്. ഇതെങ്ങാനും ഉമ്മ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ ചട്ടം കൊണ്ട് വന്നടിക്കൂ. അങ്ങ് പേടിയാടാ. എൻ്റെ ഉമ്മാണ്ട് ഞാൻ എന്താ പറഞ്ഞിരിക്കണെന്നറിയോ? അതിനാനെ വിളിച്ചിട്ട് എന്തിനാന്നറിയോ? അതിനാലെ വിളിച്ചിട്ട് കാര്യമുണ്ട്. എന്നിട്ട് അതിനാലും പകരം സിനാനെ വിളിച്ച് എന്തൊക്കെയാ റബ്ബ നടക്കുന്നത്? നമുക്ക് പിന്നെ അറിയാവുന്നല്ലേ. കൽബാണ് കൽബ്. ഓള് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തിണ്ടാക്കിയ നടക്കാരായിട്ട് കറക്റ്റായിട്ട് അറിയാവുന്നതല്ലേ. ഞാൻ എന്തൊക്കെ ഉണ്ടായാലും എൻ്റെ അമ്മനെ അടിച്ചാലും കുഴപ്പമില്ല, കുറച്ച് ശക്തി കയറുന്നുള്ളൂ. ആര് വന്നടിച്ചാലും ഞാൻ ഓളെ വിടാൻ വേണ്ടി പോണില്ല. ഓൾക്ക് പ്രേമാണ്, ഞാൻ ഓളെ വിടാൻ വേണ്ടി പോണില്ല. നാളെ ഓളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചില്ല ഓന് കാലമാടൻ. ഓനെ ഞാൻ നൈസായിട്ട് കൊണ്ട് കൊന്നോളാം. പിന്നെ ഇനി നമുക്ക് നാളെ ഓൻ്റെ വെടിപൂരം കാണിക്കൽ കാണാം. ശരി, അസ്സലാമു അലൈക്കും.